ഇതിനിടയിലാണ് നമ്മുടെ കലാഭവൻ റഹ്മാൻ്റെ ഉമ്മ മരിക്കുന്നത്. അത് പറയാനൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു, ഞങ്ങളെല്ലാവരും പോയി കണ്ടു. ഈ ഉമ്മക്കാണെങ്കിൽ റഹ്മാൻ ഈ പ്രോഗ്രാം നടത്തുന്നതും പ്രോഗ്രാമിന് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആബേലച്ചനൊന്നും പോകാൻ പറ്റിയില്ല. മരിച്ചതിൻ്റെ പിറ്റേ ദിവസം കലാഭവൻ്റെ മിമിക്സ് പരേഡ് ഉണ്ട് പെരുമ്പാവൂർ. അപ്പോൾ റഹ്മാൻ എന്തായാലും വരാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഞങ്ങൾ റഹ്മാനെ ഒഴിവാക്കി ഞാനും ജയറാമും സൈനുദ്ദീനും ഒക്കെ കൂടെ നാരായണൻകുട്ടിയെ കൂടെ റിഹേഴ്സൽ ചെയ്ത് എല്ലാം റെഡിയാക്കി. അന്ന് നമ്മുടെ കൂടെ എനിക്ക് തോന്നുന്നു പെരുന്താറ്റിൽ ഗോപാലനാണോ അനൗൺസ്മെൻ്റ് എന്ന് എൻ്റെ ഓർമ്മ. ഞങ്ങൾ പോകുന്ന വഴി ആലുവയിൽ റഹ്മാൻ്റെ വീട്ടിലിറങ്ങി എല്ലാവരും ഒരു അനുശോചനം നമ്മളെ അർപ്പിക്കണമല്ലോ. റഹ്മാനത്ത് പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്. റഹ്മാൻ പറഞ്ഞു ശരി നിങ്ങൾ പോയി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുമെന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് ഞാൻ ഒരു കത്ത് കൊടുത്തു. ആബേലച്ചൻ തന്ന കത്താണ്. എന്താടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല വായിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാനങ്ങ് ഇറങ്ങി നടന്നു. അപ്പോൾ അതിനകത്ത് 2 സെൻറ്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്ന്, റഹ്മാൻ്റെ ഉമ്മ മരിച്ചതിൽ ഞാൻ അനുശോചിക്കുന്നു. ഒരുപക്ഷെ റഹ്മാൻ്റെ ഉമ്മയുടെ ആത്മാവ് എന്നത് ഉണ്ടായിരുന്നെങ്കിൽ ആത്മാവ് പറഞ്ഞേനെ റഹ്മാനോട് ഇന്ന് പരിപാടിക്ക് പോകാൻ. ഇത്രേ ഉള്ളൂ. സത്യമാണ്. ശരിക്കും റഹ്മാൻ്റെ ഉമ്മ ജീവിച്ചിരുന്നെങ്കിലും ആത്മാവുണ്ടെങ്കിലും പരിപാടിക്ക് പോകുന്നതാണ് അവർക്കിഷ്ടമെന്ന് അച്ഛനും അറിയാം, റഹ്മാനും അറിയാം. പ്രസാദം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നിന്നു. ഞാനും എന്നെ പരിപാടിക്കെന്ന് പറഞ്ഞു. പുള്ളി നേരെ ഒന്ന് മുണ്ടും മാറ്റി പാൻറ്റും ഇട്ടിട്ട് നേരെ വന്ന് വണ്ടിയിലോട്ട് കയറി. അതാണ് ആബേലച്ചൻ്റെ ആ കത്തിൻ്റെ ആ പവർ. 2 വരിയുള്ളൂ. എന്നാൽ അച്ഛൻ എഴുതിയിട്ടില്ല പരിപാടിക്ക് പോകണമെന്നും കയറണമെന്നും ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ വരികൾ അത്രയും ശക്തമായ വരികളായിരുന്നു. ഞങ്ങൾ കാസറ്റെല്ലാം ഇറങ്ങി ഞങ്ങളതിൻ്റെ സന്തോഷത്തിൽ ഒരു ആഹ്ലാദത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ താനൂഫ് കരീം 2ാമത് ഒരു ഷോ നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. അന്ന് പുള്ളി പ്ലാൻ ചെയ്തത് കലാഭവനെ കൊണ്ടുപോകാനല്ല. കലാഭവൻ പ്രാവശ്യം വന്നല്ലോ, ഇനി വേറെ ട്രൂപ്പിനെ കൊണ്ടുപോകാനായിരുന്നു പുള്ളി പ്ലാൻ ചെയ്തത്. റഹ്മാൻ ഉടക്കി. ഞാനൊരു സംഭവം പറഞ്ഞു. റഹ്മാൻ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾ വന്നു നമ്മൾ ഇത്രയും ഒരു വിപ്ലവം ഉണ്ടാക്കി, കലാഭവൻ്റെ ഗാനമേള മിമിക്സ് പരേഡ് ഗൾഫിൽ ഹിറ്റാക്കി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല പേര് കിട്ടിയിട്ടുണ്ട്, കാസറ്റ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞു, നിങ്ങൾക്കിപ്പോൾ എല്ലാം അവിടെയുള്ള ഓർഗനൈസേഴ്സായിട്ടും ബന്ധം കിട്ടി, ഇനി അടുത്ത പരിപാടി ഞങ്ങൾ തന്നെ നടത്തും, ഇനി നിങ്ങൾ വേറെ കൊണ്ടുപോയാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ നേരിട്ടൊന്നും പറയില്ല. അച്ഛനടുത്ത് ഇങ്ങനെ റഹ്മാൻ പറഞ്ഞു. പിന്നെ പുള്ളി അവസാനം വഴങ്ങിയിട്ട് 2ാമത്തെ ഷോയും കലാഭവൻ്റെ ഷോ തന്നെ നടത്തി. അങ്ങനെ ഞങ്ങൾ 1988 മുമ്പ് 1987 ഡിസംബർ മാസം ഞങ്ങൾ ആദ്യമായിട്ട് കൊച്ചിയിൽ നിന്ന് പ്ലെയിനിൽ പറന്നു. നേരത്തെ നമ്മൾ ബസ്സിനാണ് പോയത് ബോംബെ വരെ, തിരിച്ചു വന്നതും ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിനായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഫ്ലൈറ്റിന് കൊച്ചിയിൽ നിന്ന് കയറി. ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു സിനിമ സംവിധാനം ചെയ്യാനൊക്കെ പോയ സമയത്ത് റഹ്മാൻ അതിനകത്ത് പ്രധാന വില്ലൻ റഹ്മാൻ വെച്ചിരിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ആളുകളെ മറന്നു പോകാറുണ്ടല്ലോ. പക്ഷേ അന്ന് ആ സിനിമ നടന്നില്ല. എനിവേ നമ്മൾ ആ പ്രാവശ്യമായിരുന്നു ഗൾഫിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്റ്റാർ വാലി ഞങ്ങൾക്ക് വന്നതും ഞങ്ങൾ എൻജോയ് ചെയ്തതും. താമസമൊക്കെ കുറച്ച് മെച്ചപ്പെട്ടു. ചെല്ലുന്ന സ്ഥലത്തൊക്കെ നല്ല സ്റ്റാർ ഹോട്ടൽസായി. പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് ഗംഭീരമായിരുന്നു. ഓഡിയൻസ് എല്ലായിടത്തും ഭയങ്കര ഓഡിയൻസായിരുന്നു. ഓഡിയൻസിനെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു ആ ട്രിപ്പ്. അന്ന് ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ചൊരു കൂടുതലുണ്ടായിരുന്നു പാട്ട് പാടാനായിട്ട്. ശക്തിയും അതുപോലെ തന്നെ ഫീമെയിൽ എനിക്ക് തോന്നുന്നു ഗിരിജ, അതുപോലെ കലാഭവൻ പീറ്റർ അന്ന് അരങ്ങ് തകർത്തത് പുള്ളിയായിരുന്നു. കോമ്പയർ ചെയ്യാനായിട്ട് അന്ന് രവിക്ക് പകരം പെരുന്താറ്റിൽ ഗോപാലൻ എന്നുള്ള തലശ്ശേരിയിലൊരു ആർട്ടിസ്റ്റായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങളുടെ പഴയ ടീം. അങ്ങനെ ഗംഭീര പ്രോഗ്രാമായിട്ട് നമ്മൾ 2ാമത്തെ വർഷം നടത്തി. മാത്രമല്ല പോസ്റ്ററിലൊക്കെ നമ്മുടെ ജയറാമിന് ഇത്തിരി വലിപ്പം കൂട്ടി, തലയൊക്കെ ഇത്തിരി വലുതായിട്ടിട്ടു. കാരണം പുള്ളി അവിടെ വെച്ച് തന്നെ റഹ്മാൻ ഒരു ഷെറാട്ടണിലൊരു ഹോട്ടലിൽ വെച്ച് തന്നെ റഹ്മാൻ അനൗൺസ് ചെയ്തു. കാരണം അടുത്ത പത്മരാജൻ സാറിൻ്റെ സിനിമയുടെ നായകനാണെന്ന് പറഞ്ഞ്. അപ്പോഴേ ഈ ജയറാമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഈ ഒരു ഷോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ ഷൂട്ടിങ്ങിലേക്ക് പങ്കെടുക്കാൻ ജയറാം പോവുകയാണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും, നമ്മുടെ ടീം മെമ്പേഴ്സിനെല്ലാം. പിന്നെ പഴയ മെമ്പേഴ്സിന്, പഴയ നമ്മുടെ സുഹൃത്തുക്കൾ റഹീമും അതുപോലെ ദോഹയിൽ ചെല്ലുമ്പോൾ ആൻ്റണിയും, അങ്ങനെ എല്ലാവരെയും നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു. ഈ സമയം സിദ്ദിഖും ലാലും ഫാസിൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കമ്പനിയുടെ ജോലിയായിട്ട് കുറച്ച് കൂടുതൽ ജോലികൾ വന്നു. എനിക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു.
തിരുവനന്തപുരത്തും എല്ലാം കോഴിക്കോടും കണ്ണൂരും ഒക്കെ യാത്ര ചെയ്യണം. അങ്ങനെ എനിക്ക് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കലാഭവനിൽ നിന്ന് അതൊക്കെ മാറി, ട്രൂപ്പിൽ നിന്ന് ഞാൻ മാറി. എന്നാലും അച്ഛനുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. അച്ഛനും ഈ വൈകുന്നേരം വന്ന് അന്ന് നടന്ന കലാഭവൻ്റെ കഥകളെല്ലാം അച്ഛനോട് പറയാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം ഈ പ്രോഗ്രാം എന്ന് നടന്നാലും രാവിലെ ഞാൻ 4 മണി 5 മണി 6 മണിക്ക് വെളുപ്പിന് വന്ന് കിടന്ന് ഉറങ്ങിയാലും അച്ഛൻ രാവിലെ 7 മണിക്ക് വന്ന് പ്രസാദുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അച്ഛൻ എന്നെ, ഞാൻ പല്ല് വെച്ചിട്ടില്ലെങ്കിലും അച്ഛൻ പറയും വാ എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ സംഭവം എന്തൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ കുഴപ്പം കാണിച്ചു, ആരൊക്കെ കയ്യടി വാങ്ങിച്ചു, ഇതെല്ലാം അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അച്ഛൻ കലാഭവനിലോട്ട് ചെല്ലുള്ളൂ. അതനുസരിച്ചാണ് അടുത്ത ദിവസം ഓരോ ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ട് അച്ഛൻ ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. അത് അച്ഛൻ്റെ പഴയൊരു ജോലി തന്നെയാണ്. അപ്പം ഞാൻ ട്രൂപ്പിലില്ലെങ്കിലും അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ കലാഭവനിൽ നിന്ന് വിട്ട് അധികം താമസിയാതെ തന്നെ സൈനിധിനും കലാഭവനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പുതിയ എന്തെങ്കിലും പരിപാടികൾ തുടങ്ങാടാ, ഈ മിമിക്രി മാത്രമായിട്ട് പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഓഡിയോ കാസറ്റുകൾ ഇറക്കാൻ തുടങ്ങിയത്. ഈ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഓരോ ആഴ്ചയും ഓരോ ഓഡിയോ കാസറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറേ ഓഡിയോ കാസറ്റുകൾ അന്ന് ചെയ്തിട്ടുണ്ട്. കൂടെ നമ്മൾ രമേശ് കുറുമശ്ശേരിനെയോ കൊച്ചിയിലുള്ള ഹനീഫയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ പ്രൊഡ്യൂസർമാരുണ്ട്. സരിക അബു, നിസരി ഉമ്മർ, രഞ്ജിനി ഉസ്മാൻ, ഭാരതിൻ്റെ റഷീദ്, വിൽസൺ കാസറ്റിൻ്റെ വില്യംസ്, ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ പത്മ ജംഗ്ഷനിലാണ് കണ്ടുകൊണ്ടുന്നത്. പത്മ ജംഗ്ഷനാണ് ഞങ്ങളുടെ ഒരു ഏരിയ. ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാൻ ആരെങ്കിലും പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കും, സൈനിധിന് ആരോടെ നിങ്ങൾ ഇപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോഴേക്കും സൈനിധിൻ എൻ്റെ അടുത്ത് ചോദിക്കും എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ കാണിക്കും, അതായത് ഒരാളുടെ ഓഡിയോ കാസറ്റിൻ്റെ ഓർഡർ കിട്ടിയെന്ന്. അപ്പം ഞാൻ ചോദിക്കും എന്തായെന്ന് ചോദിക്കുമ്പോൾ സൈനിധ്യം പറയും ഇങ്ങനെ കാണിക്കുക, 2 എണ്ണം ഓക്കെ ആയി എന്ന് പറയും. അപ്പോൾ ഡേറ്റ് ഞാനൊരു തിങ്കളാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച അടുത്ത ഓഡിയോ കാസറ്റ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിയോ കാസറ്റുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കില്ല, പറയില്ല. കാരണം ഇത് വേറെ ഒരെണ്ണം ചെയ്യുന്നു പറഞ്ഞാൽ ഇവർ മാറിക്കളയുമല്ലോ, ചെയ്ത് കഴിഞ്ഞിട്ടേ ഇവർ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ റേറ്റും ഒക്കെ ഫിക്സ് ചെയ്യും. തെറ്റില്ലാത്ത റേറ്റ് 10 രൂപയും 15 രൂപയൊക്കെ റേറ്റ് കിട്ടും ഞങ്ങൾക്ക്. ഇതിനൊക്കെ ശേഷമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഈ കാസറ്റിലുള്ള ഐറ്റംസ് എല്ലാം കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാസറ്റിലേക്കുള്ള ഐറ്റംസ് ഒപ്പിക്കണ്ടേ. അപ്പം ഞങ്ങളിതിനു വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ അവലംബിക്കുന്നത് ബോബനും മൊളിയാണ്. അതുപോലെ മലയാള മനോരമയിലെ ഫലിതബന്ധുക്കളിലെ ചെറിയൊരു കൗണ്ടർ കിട്ടിയാൽ മതി, നമ്മളതങ്ങ് ഡെവലപ്പ് ചെയ്ത് അതൊക്കെ ഒരു ഐറ്റമാക്കി മാറ്റും. ഇതിൻ്റെ സ്റ്റോക്ക് കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് എറണാകുളം പ്രസ് ക്ലബ് റോഡിൽ ഏലൂർ ലെൻഡിങ് ലൈബ്രറി. പഴയ ആളുകൾക്കെല്ലാം അറിയാം, ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഞങ്ങൾ ചെന്ന് ഈ കോമഡി ബുക്സുകളെല്ലാം തപ്പിയെടുത്തിട്ട് അതിനകത്തുള്ള കോമഡി എല്ലാമൊന്നും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 25-30 എണ്ണം വായിച്ചാൽ ഒരെണ്ണമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഈ ഇംഗ്ലീഷ് ഡയലോഗും ഈ പറയുന്ന ഡബിൾ മീനിങ്ങും സെക്സ് കോമഡിയൊക്കെയാണ്, അതായത് ഹ്യൂമറായിട്ടുള്ള സാധനങ്ങളാണ്. അതൊന്നും നമുക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡി മറ്റേ ലേഡിയോട് ചോദിക്കും ആർ യു എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിക്കുമ്പം അവൾ പറയും നോ ഐ ആം ഓൺലി എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതെങ്ങനെ നമ്മൾ മലയാളത്തിലാക്കും? മനസ്സിലായോ? അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളാണ് ഈ ഇംഗ്ലീഷ് ബുക്കിൽ. എങ്കിലും ഈ ട്രേഡ് സീക്രട്ട് ഞങ്ങളന്ന് പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഇത് എവിടെ നിന്ന് ഈ സാധനമൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അന്നൊക്കെ നമ്മൾ കോമഡി എഴുതാമെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റൊന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്യും. ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ലേറ്റ്, പിന്നെ അതിന് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ എന്നിങ്ങനെ എഴുതിയാൽ ഞങ്ങൾക്ക് അറിയാം ഇത് അടുത്ത ഇന്ന കൗണ്ടറാണെന്ന് അറിയാം. അതുപോലെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എഴുതിയാൽ പോലീസ് സ്റ്റേഷൻ്റെ 2-3 മനസ്സിലായി. അപ്പോൾ തോക്ക് പാക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഒന്ന് പറയും സാറേ എൻ്റെ വീട്ടിലെ പാക്ക് കാണുന്നില്ല, പോലീസ് സ്റ്റേഷനിലെ തോക്ക് കാണുന്നില്ല, അപ്പോഴല്ലേ തൻ്റെ പാക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കൗണ്ടർ അങ്ങനെ താഴെ ഒരു കഷ്ണം എഴുതി വെക്കും. ഇതൊക്കെ എൻ്റെ പഴയ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരു കൗണ്ടറിൽ വെച്ച് തന്നെ നമ്മളങ്ങ് ഡെവലപ്പ് ചെയ്യണം. അന്ന് ഇതേപോലെ സിദ്ദിഖും ലാലൊക്കെയാണെന്ന് തോന്നുന്നു, അവരൊരു കാസറ്റ് ചെയ്യാൻ പോയി, സൈനിധിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവരൊരു 16 ഐറ്റംസ് 18 ഐറ്റംസ് എഴുതി വെച്ചിരുന്നു. 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ക്യാപ്സൂൾ കോമഡിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സാധനം എന്ന് വെച്ചാൽ ബസ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇവർ എല്ലാം ചെയ്ത് ബസ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത് എന്താണ് കോമഡി എന്ന് ഓർക്കണില്ല. എത്ര ആലോചിച്ചിട്ടും ഇവർക്ക് അത് സംഭവം ഓർക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ബസ് ഉദ്ദേശിച്ചത്? അവസാനം അവർ സ്റ്റുഡിയോ എന്നൊക്കെ അങ്ങ് പോന്നു.
വർക്കൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. പിറ്റേ ദിവസമാണ് ഓർമ്മ കിട്ടിയത് ബസ് ഉദ്ദേശിച്ചത് എന്താണെന്ന്. കാരണം എൻ്റെ കൗണ്ടർ എന്താണെന്ന് വെച്ചാൽ ഒരാൾ മറ്റേ ആൾക്ക് വന്ന് പറയുക, എടാ ഞാൻ ഇന്ന് 2 രൂപ ലാഭിച്ച്. അപ്പോൾ അതിങ്ങനെ 2 രൂപ ലാഭിച്ച്, ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് ബസ്സിൽ പോകാമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഞാൻ നടന്നു പോയി, അങ്ങനെ 2 രൂപ ലാഭിച്ച്. അപ്പോൾ മറ്റവൻ പറയും, മണ്ടൻ, നിനക്ക് 150 രൂപ ലാഭിക്കായിരുന്നു. അതെന്താ? അല്ല, നീ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് കാറിന് പോകാമെന്നങ്ങ് ഉദ്ദേശിച്ചിട്ട് നടന്നിട്ടെങ്കിൽ 150 രൂപ നിനക്ക് ലാഭിക്കായിരുന്നില്ലേ? ഇത് പറയുന്നൊരു കൗണ്ടറാണ്. എനിവേ ഇങ്ങനെ കഷ്ണം എഴുതി വെച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയ, കഷ്ണത്തിൻ്റെ കൂടെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതി വെക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കാരണം ഈ കൗണ്ടറുകളുടെ സ്റ്റോക്ക് കുറഞ്ഞ് വരികയാണല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ഡീറ്റെയിൽസും കൂടി എഴുതി വെച്ചിട്ട് ഒരുപാട് ഓഡിയോ കാസ്റ്റുകൾ, ഏത് സിനിമ ഇറങ്ങിയാലും ഉടൻ പിറ്റേ ദിവസം അതിൻ്റെ ഒരു പാരഡി ഉണ്ടാക്കും. അന്ന് നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഞങ്ങൾ പിറ്റേ ആഴ്ച തന്നെ കാസ്റ്റ് ഇറങ്ങി, നന്മ നിറഞ്ഞവൻ തോന്നിയവാസൻ. അങ്ങനെ അതിൻ്റെ പാരഡി വെച്ചിട്ട് ഞങ്ങൾ ഓരോ ഓഡിയോ കാസ്റ്റുകൾ ഇറക്കിയിരുന്നു. ഞങ്ങൾ ഈ 88-ലെ ഗൾഫ് ഷോയിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും അവിടെ നിന്ന് നേരെ ഓഡിയോ കാസറ്റിൻ്റെ കഥയിലോട്ട് തിരിച്ചു വന്നു. അന്ന് ഞങ്ങൾ രണ്ടാമത് പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസൊക്കെ ഇപ്പോഴത്തെ പോലത്തെ ബുദ്ധിമുട്ടില്ല. കാരണം അന്ന് ഒരു ദിർഹത്തിന് 4 രൂപയായിരുന്നു. 4 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്കത് വലിയ എമൗണ്ടായിരുന്നു. ഞാൻ ആദ്യം അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഡോളറിന് 10 രൂപയായിരുന്നു. ഇപ്പം ഒരു ദിർഹത്തിനിവിടെ 18 രൂപയൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ തിരിച്ചു വന്ന് ഇറങ്ങിയതും ഇതേപോലെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ബസ്സിനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരിച്ചു വന്ന് ഇറങ്ങിയതും ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിനായിരുന്നു കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്തത്. ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് 2 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പരിപാടി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ ജയറാം അതിന് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പം പിന്നെ പത്മനാഭൻ സാറിൻ്റെ കൂടെ അങ്ങോട്ട് അദ്ദേഹം ജോയിൻ ചെയ്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ 88 ജനുവരി ഒരു 22-നോ 23-നാണെന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങൾ തിരുവനന്തപുരത്ത് കാർത്തിക ഇരുന്നാൾ തിയേറ്ററിൽ ജയറാം ഇല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്തു. പിന്നെ നമ്മൾ ജയറാമിന് പോലെ മറ്റൊരു കലാകാരനെ കണ്ടുപിടിക്കലായിരുന്നു ഞങ്ങളുടെയും എൻ്റെയും അച്ഛൻ്റെയും റഹ്മാൻ്റെയൊക്കെ അടുത്തൊരു ടാസ്ക്. ഈ അബലച്ചൻ താമസിക്കുന്ന ഗോവിന്ദയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേരള കലാപീഠം. അതിൻ്റെ സെക്രട്ടറി ശ്രീ കലാധരൻ മാസ്റ്റർ, അതൊക്കെ എൻ്റെ പഴയ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ആബേലച്ചനും ഇടയ്ക്ക് അതുവഴി പോകുമ്പോൾ കയറാറുണ്ട്, ശ്രീ കലാധരൻ മാസ്റ്ററുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കലാഭവനിൽ, താൻ എന്താ കലാഭവനിൽ വരാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു 5 ദിവസവും കലാപീഠത്തിൽ പോകാറുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ഒരുപാട് കലാകാരന്മാർ, എം വി ദേവൻ മാസ്റ്റർ, അതുപോലെ തന്നെ CN കരുണാകരൻ നമ്പൂതിരി, കാവാലത്തിൻ്റെയൊക്കെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, അല്ലെങ്കിൽ കടമ്മനിട്ടയുടെ കവിതകൾ, നരേന്ദ്രപ്രസാദ് സാറിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹം അന്ന് സിനിമയിലൊന്നും വന്നിട്ടില്ല, സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകൾ, സുജാത ടീച്ചർ വരാറുണ്ട്. അങ്ങനെ എന്താ പറയുക, നമുക്ക് അതുപോലെ മാരാര് തെയ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അടൂർ ഗോപാലകൃഷ്ണൻ സാറ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇങ്ങനെ ഒരു 8 വർഷം ശരിക്കും സാംസ്കാരികമായിട്ട് വളരെയധികം ഉയരാൻ സാധിച്ചത് എനിക്ക് കലാപീഠമായിട്ടും കലാധരൻ മാസ്റ്ററുമായിട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷേ അവിടെ അച്ഛനും കൂടെ ഇടയ്ക്ക് വരുന്നു, അച്ഛൻ വന്നു കണ്ടു എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത് ഞാൻ ഇനി ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറയാം. ഈ അടുത്ത് ഞങ്ങളൊരു 6 മാസങ്ങൾക്ക് മുമ്പ് കലാഭവൻ്റെ ഒരു വലിയ വാർഷികം നടത്തി. അപ്പോൾ അന്ന് മമ്മൂട്ടിയൊക്കെ വന്നിരുന്നു. അന്ന് ഞാൻ ഗസ്റ്റായിട്ട് കലാധരൻ മാസ്റ്ററിനെ വിളിച്ചു. മറ്റൊന്നുമല്ല, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. കലാഭവനിൽ ഞങ്ങൾ വേറെ 1-2 പ്രോഗ്രാമിന് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ജീവിതത്തിൽ നല്ലൊരു ഗുണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞ വലിയൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരള കലാപീഠവും അവിടെ നടന്ന ചർച്ചകളും അവിടെ നടന്ന ഒരുപാട് പെയിൻറ്റിങ് ഡെമോൺസ്ട്രേഷൻസും ഒക്കെ കാണാൻ സാധിക്കുന്നതും അല്പസ്വല്പമൊക്കെ ഞാനും വരക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം
അപ്പം അത് മാത്രമല്ല, ഞങ്ങൾ ഈ തിരുവനന്തപുരത്തൊക്കെ ഞാൻ എന്തെങ്കിലും വർക്കിന് പോയി കഴിഞ്ഞാലും ഈ ഗ്യാപ്പ് 1 മണിക്കൂറുണ്ടെങ്കിൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പോകും. അപ്പോൾ അവിടെയുള്ള രാജപ്പൻ മാസ്റ്ററും ഹരിദാസ് സാറും ഒക്കെ ആയിട്ട് ബന്ധമാണ്, അവിടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ വലിയ ആളുകളായി എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. അപ്പോൾ ആ കലയുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. 1989 ഓഗസ്റ്റ് 9 കൊച്ചിൻ ഗിന്നസ് എന്ന ബാനറിൽ ആദ്യമായിട്ട് ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്യുന്നത്. എന്നെയും സൈനദിനെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടുപേരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊന്ന് അബിയും ഒന്ന് നാദൃശ്യയുമാണ്. എനിവേ ആ സമയത്തൊക്കെ ഓഡിയോ കാസറ്റുകളെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 20-25 കാസറ്റുകൾ, ഓഡിയോ കാസറ്റുകൾ ഒരു ഓണത്തിന് റിലീസ് ചെയ്യും. അത്രയും ഡിമാൻഡാണ്, കോമ്പറ്റീഷനാണ്, പത്രങ്ങളിലൊക്കെ പരസ്യമാണ്. എം.ജി. ശ്രീകുമാറിൻ്റെ ഒരെണ്ണം ഉണ്ടാവും, അപ്പോഴേക്കും അപ്പുറത്ത് ബിജു നാരായണൻ്റെ വേറെ ഉണ്ടാവും. അങ്ങനെ എല്ലാ ഗായകരുടെയും, ജാനകി അമ്മയുടെ വേറെ ഉണ്ടാവും, ദാസേട്ടൻ്റെ പിന്നെ എല്ലാ വർഷവും ഉണ്ടായിരുന്നു. തരങ്ങണി ഓഡിയോസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര മത്സരമായിരുന്നു ഓഡിയോ കാസറ്റ്. ഇപ്പോൾ ഈ ഓണത്തിനൊരു ഓഡിയോ കാസറ്റ് പോലും ഇറങ്ങുന്നില്ല. മാത്രമല്ല അന്ന് ഈ കാസറ്റുകളുടെയൊക്കെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷവും 30 ലക്ഷവും 40 ലക്ഷത്തിനൊക്കെയാണ് ഓരോ സിനിമയുടെ റൈറ്റ് പോകുന്നത്. പിന്നെ അത് അതിനുമൊക്കെ കൂടി. അന്നൊക്കെ സിനിമയൊക്കെ വളരെ ചുരുങ്ങിയ റേറ്റിൽ സിനിമ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ റേറ്റ് ഓഡിയോ കാസറ്റിൻ്റെ മാത്രം റൈറ്റ് പോകുന്നത്. 1989 ഓഗസ്റ്റ് മാസം 9 തിരുവനന്തപുരം ടാഗോർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ദൂരദർശൻ്റെ ഒരു പ്രോഗ്രാമിലാണ് കൊച്ചിൻ ഗിന്നസിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു റേറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു. കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞൊരു ബാനർ കൊടുത്തു. പക്ഷേ അതിന് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്ര മേനോൻ സാറായിരുന്നു അതിൻ്റെ കോമ്പയറിങ്, അതുപോലെ മറ്റ് കലാപരിപാടി. അതിൻ്റെ ആ പ്രോഗ്രാം ചാർട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സംസാരിക്കുന്നതും അതിനുശേഷം പ്രയർ, അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇങ്ങനെ എൻ്റെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കും. കാരണം അത് ആ സമയങ്ങളിൽ ഞാനിത് നോക്കിയിട്ടാണ് ഞാനിത് ചാർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കതൊക്കെ ബൈഹാർട്ടാണ്. അപ്പം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ടൈറ്റിൽ എന്താ കൊടുക്കേണ്ടതെന്ന് ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ അടിച്ചങ്ങ് കൊടുക്കുക അവിടെ വെച്ചിട്ടാണ് എയറിൽ ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ആളുകൾ തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഈ വീഡിയോ കാസറ്റൊക്കെ വന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ചിലവർ കാണുന്നല്ലേ. ഇതങ്ങനെയല്ലല്ലോ. ആകെ കേരളത്തിൽ ഒരൊറ്റ ചാനലേ ഉള്ളൂ, അത് ദൂരദർശനാണ്. മനസ്സിലായില്ലേ? ആ തിരുവോണത്തിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ, അതോ തിരുവോണ ദിവസമാണെന്ന് തോന്നുന്നു, ഒരാൾ പുറത്തിറങ്ങില്ല. എല്ലാവരും ശരിക്കും റോഡൊക്കെ ബന്ദ് പോലെ വിജനമാണ്. കാരണം അന്ന് ഇതേപോലെ ഓണപ്പരിപാടികൾ എന്ന് പറഞ്ഞിട്ട് ജനം റോഡിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാറില്ല. എല്ലാവരും വീട്ടിനകത്താണ്, എല്ലാവരും ടി വി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഞങ്ങളെ കണ്ടിട്ടുണ്ട്. പിറ്റേ ദിവസം തിരുവനന്തപുരം ഞാൻ ആ തമ്പാനൂർ സ്റ്റേഷനിൽ വന്നപ്പം സിനിമാ നടൻ വന്നിറങ്ങിയ പോലെ ഇപ്പോൾ എല്ലാവരും കൂടെ അന്ന് വളഞ്ഞു. ഇതിന് ഇത്രയും പവറുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ചിലർ പറയില്ലേ, നമ്മൾ അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറാൻ തോന്നില്ല എന്ന് പറയുന്ന പോലെ ഇതിനൊരു പവറുണ്ടോ എന്നൊക്കെ അറിഞ്ഞു തന്നാൽ. അന്നും ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രിയ സുഹൃത്ത് കലാധരൻ മാസ്റ്ററിൻ്റെ ഒരു പെയിൻറ്റിങ് തിയേറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹമായിട്ട് ഒരുമിച്ച് ഈ പെയിൻറ്റിങ് തിയേറ്റർ എന്ന് പറഞ്ഞ് പോകുന്നു. വേഷമൊക്കെ കെട്ടി പെയിൻറ്റ് ചെയ്യുകയും അതേസമയം തന്നെ മാജിക് ഷോയും അതേസമയം കച്ചേരി നടത്തുന്നു. അതേസമയം തന്നെ ക്ലാസിക്കൽ ഡാൻസുകൾ, ഭരതനാട്യം, മോഹിനിയാട്ടം, അത് ഒരേ സമയം തന്നെ പെയിൻറ്റിങ് ഇപ്പുറത്ത് നടക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള എൻ്റെ ഈ ശബ്ദാനുകരണമൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഞങ്ങൾ കുറേ ഹോട്ടൽസിലുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ചങ്ങനാശ്ശേരി വാണിയാന്ന് തോന്നുന്നു ഒരു ഹോട്ടലിലൊരു പ്രോഗ്രാം ഉണ്ട്. അന്ന് ഞാൻ ട്രെയിനിന് വന്ന് ചങ്ങനാശ്ശേരി ഇറങ്ങുന്നു. ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ അനുഭവമല്ലേ അത്. അങ്ങനെ ഒരു വലിയ അനുഭവമായിരുന്നു. അപ്പോൾ ഈ സിനിമാ താരങ്ങളെ അനുകരിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അഭിയായിരുന്നു മിടുക്കൻ. അതുകൊണ്ട് തന്നെയാണ് ദൂരദർശനിൽ നിന്ന് നമ്മളൊരു ത്രെഡ് കൊടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് 4 ആർട്ടിസ്റ്റുകൾ വേണം. അപ്പോൾ അങ്ങനെ ആര് വേണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അഭിയെ സെലക്ട് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ സൈനിധിൻ്റെ അടുത്ത് പറഞ്ഞു. സൈനിധ്യം പറഞ്ഞാൽ കറക്റ്റടാ, അഭിയെ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മളന്നൊരു കച്ചേരി അവതരിപ്പിച്ചു. അപ്പോൾ ആ കച്ചേരി അവതരിപ്പിച്ചപ്പം എൻ്റെ മൃദംഗമൊക്കെ വായിക്കുന്നത് അഭിയായിരുന്നു. അഭി അതിന് നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല വേറൊരാൾ കൂടെ ഉണ്ട് ഇത് ചെയ്യുന്ന ഒരാൾ, നാദർഷ ഇങ്ങനെ കലാഭവനിൽ വന്ന് പാട്ട് പഠിക്കാനായിട്ട് പോകുന്നതും വരുന്നതും ഞാൻ കാണാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം നാദർഷ അടുത്ത് പറയുന്നത്, നാദർഷം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഫസ്റ്റ് ഷോ നടത്തുന്നത്. പിന്നെ ചെറിയ പരിപാടികൾ നടത്താൻ തുടങ്ങി. അങ്ങനെ കോട്ടയത്തൊരു പരിപാടിക്ക് പോകാൻ നേരത്ത് സാന്നിധ്യം പറഞ്ഞു, നമ്മളിങ്ങനെ സാധാരണ ബസ്സിന് പോകുന്നു, ട്രെയിനിന് പോകുന്നു, ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു, നമുക്കൊന്ന് മാറ്റാം, നമുക്ക് ട്രെയിന് ഫസ്റ്റ് ക്ലാസ്സിലിരിക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ വേണം, മറ്റാകുമ്പോൾ 8-10 രൂപ എന്തുള്ളത്, 40 രൂപയാണ്, നമുക്കൊരു പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പോയി നോക്കാം.
അവിടെ ചെന്ന് നമുക്കൊന്ന് ടാക്സി വിളിച്ച് നോക്കാം. അപ്പോൾ എനിക്ക് അത്രയൊന്നും ആ ലെവലിലോട്ട് പോകാൻ ചിന്തിക്കണല്ലോ. സാന്നിധ്യം പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അങ്ങനെ സാന്നിധ്യത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ആ ട്രാൻസിഷൻ. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറുന്നു. പിന്നീട് എല്ലായ്പ്പോഴും അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നമുക്കൊരു ടാക്സി വിളിച്ചാൽ പരിപാടി സ്ഥലത്ത് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ വന്നിറങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നതും ഈ ഒരു ദൂരദർശൻ പ്രോഗ്രാമിന് ശേഷമാണ്. അതിനുശേഷം ഒരു 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു ദൂരദർശനിൽ നിന്ന്. അന്ന് കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞ ടീമുണ്ട് ബേബിപ്പേട്ട നടത്തുന്നത്. അപ്പോൾ അവരായിട്ട് നല്ല ടേംസാണ് ഞാൻ അവിടെ തന്നെ അതിലുള്ള ആർട്ടിസ്റ്റിനെ വിളിച്ചു. അതുപോലെ തന്നെ നമ്മൾ ദിലീപിനെ വിളിച്ചു, അരവിന്ദാക്ഷക്കുറുപ്പ്, ആൻ്റണി, പിന്നെ അബിയും നാദൃഷയും. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്കിറ്റുകളൊക്കെ അവിടെ അവതരിപ്പിച്ചത്. സ്റ്റേജിലും അവതരിപ്പിച്ചു, അല്ലാതെ ഔട്ട്ഡോർ അല്ലാതുള്ള സ്കിറ്റുകളൊക്കെ. അതിനുശേഷം വീണ്ടും രാജഗോപാലാന്ന് തോന്നുന്നു മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഇതേപോലെ വിളിച്ചു. അത് നമ്മൾ ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് വരുള്ളൂ. അങ്ങനെ ഒരു 5-6-7 തവണ ദൂരദർശനിൽ സ്ഥിരമായിട്ട് പ്രോഗ്രാം വരികയും നമ്മളൊക്കെ അത്യാവശ്യം അറിയാമെന്നുള്ളൊരവസ്ഥ വന്നു. ഈ സമയത്താണ് വീഡിയോ കാസറ്റ് ഒരെണ്ണം ഇറക്കിയാലോ എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ആ വീഡിയോ കാസറ്റിന് വേണ്ടി ഞാൻ ഒരുപാട് പേരെ ചെന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് ക്യാമറ എവിടെ ഉണ്ടെന്നറിയില്ല, ക്യാമറയുടെ പേരറിയില്ല, ക്യാമറയുടെ നമ്പർ അറിയില്ല. ഒരു ട്യൂബ് ക്യാമറ എന്ന് പറയുന്നത് പീകോക്ക് ടെലിവിഷൻ ബോബി ഹോർമിസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ട്യൂബ് ക്യാമറയും CCD ക്യാമറയും കൂടി ചേരുമെന്ന് നമുക്കറിയില്ല. മിക്സർ എന്ന് പറയുന്നത് ആകെ കൂടെ ഒരു മിക്സർ നമുക്കറിയാവുള്ളൂ, MX10. അതിപ്പോൾ ആലോചിക്കുമ്പോൾ കൊച്ചു പിള്ളേർ പോലും ഉപയോഗിക്കില്ല MX10. പക്ഷെ അന്ന് അതായിരുന്നു. അത് ഒരു കവറിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തുറന്നാൽ അകത്തൊരു കവർ, അത് തുറന്നു കഴിഞ്ഞാൽ അകത്ത് തെർമോക്കോൾ, അത് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ മിക്സർ വെക്കുന്നത്. അത്രയും പവിത്രമായ ഒരു സംഭവമാണ്. അതിന് ഞങ്ങൾ സ്റ്റുഡിയോയിൽ വികാസവാണി സ്റ്റുഡിയോയിൽ ചെന്നു. അവിടുത്തെ ഫാദറുമായിട്ട് ഒരുമിച്ച് സംസാരിച്ചു. ക്യാമറ എല്ലാം നമ്മൾ കാറെടുത്തു കൊണ്ടുപോയി 2 ക്യാമറയും കൂടെ മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കുമ്പം ഒരു സ്ക്രീനിൽ തന്നെ 2 എണ്ണം ഒരുമിച്ച് കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. കാരണം നമ്മളിതെല്ലാം കാറ്റലോഗിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ട് ചെയ്യണ്ടേ. അത് മാത്രമല്ല, ഇത് വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുമോ, 1,00,000 രൂപ കിട്ടുമോ, 10,000 രൂപ കിട്ടുമോ ഒന്നും അറിയില്ല. കാരണം ഈ സംഭവം വിറ്റിട്ടില്ലല്ലോ. ഇതിന് പരസ്യം എത്ര കിട്ടും അതും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ബാനർ പിടിക്കും. കാരണം ഗൾഫ് ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്കിലൊരു ബാനർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ ഒന്ന് പിടിച്ചാലോ എന്ന് പറഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെ എന്തോ ഞങ്ങൾ ആ ഒരു 1990 ആദ്യമായിട്ടൊരു വീഡിയോ കാസറ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് നടപ്പിലാക്കി. അബലച്ചൻ്റെ ഒരു ദുഃഖം ഉണ്ടായിരുന്നു. കാരണം അച്ഛനൊരു ദിവസം എന്നോടത്ത് പറഞ്ഞു, KPAC ലളിത അവർ ആ നാടക ട്രൂപ്പിൽ നിന്നും അവർ സിനിമാ രംഗത്തേക്ക് വന്നു. പക്ഷെ ഇത്രയും വർഷമായിട്ടും അവരുടെ പേരിൻ്റെ കൂടെ KPAC എന്ന് ചേർത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ അതിനെന്താ വെച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞു.